ഹലോ, കൊല്ലംകാരൻ തന്നെയാണേ. അതെ, ചവറയിലോട്ടൊന്ന് പോണം. നമ്മുടെ പ്രേമേന്ദ്ര സാറിന്റെ സ്വന്തം RSP ഒരു കാലത്ത് പൂണ്ട് വിളയാടിയ സ്ഥലമാണ്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവർ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? ചവറയിലും കൊല്ലത്തും ഒക്കെ പണ്ട് RSP എന്ന് പറഞ്ഞ ഒരു വേലയൊക്കെ ഉണ്ടായിരുന്നു. എന്തുവാ, കുറെ മന്ത്രിമാര്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ, അങ്ങനെ നേതാക്കളുടെ ഔദ്യോഗിക വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ആഫീസായിരുന്നു ഈ പാർട്ടിയുടെ. കേട്ടോ, അച്ഛൻ മന്ത്രിയായിരുന്നപ്പോ വീട്ടു സാധനങ്ങൾ വാങ്ങുന്ന തൊട്ട് അടുക്കളപ്പണി വരെ ചെയ്യിച്ചിട്ടുണ്ട് നിന്റെ പോലീസുകാരെ കൊണ്ട്. മറ്റ് ചെറിയ പാർട്ടിക്കാർക്കൊക്കെ ഇവരോട് കുശുമ്പായിരുന്നേ. ചില പിളർപ്പൊക്കെ ഉണ്ടായെങ്കിലും പാർട്ടി ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാടായിരുന്നേ. ആള് വരുമ്പോ മുറ്റത്തെന്തിനാ ആന? അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല കിട്ടുന്നേ. മനസ്സിലാവണെങ്കില് തറവാട്ടിൽ ജനിക്കണം. ഇപ്പോ പേരിന് ഒരു MP മാത്രം ഉണ്ട്, ഒരേ ഒരു പ്രേമേന്ദ്ര സാറ്. I will emerge as the omnipotent. പാർട്ടിയിലെ സർവശക്തൻ. പ്രേമേന്ദ്ര സാറിന്റെ MP സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ ഉപ്പ് വെച്ച കലം പോലെ ദ്രവിപ്പിച്ച് കളഞ്ഞെന്നാണ് ചവറയിലെ RSPക്കാര് പറയുന്നത്. എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ എന്റെ മന്ത്രി കസേര തന്നെ തെറിച്ചു പോകും. അങ്ങനെ മാമ്പള്ളി കുടുംബത്തിന്റെ മാനം കളഞ്ഞിട്ട് ഒരു മന്ത്രി കസേര വേണോ നമുക്ക്? ഇതുവരെ ഈ നാട്ടുകാർ മാമ്പള്ളി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയോട് കൂടിയാ. ഇന്ന് പരിഹാസമാണ്. എന്തുവാണോ എന്തോ. പിന്നെ ബേബി സാറിന്റെ മോനെ, അതായത് നമ്മുടെ ഷിബു ബേബി ജോൺ സാറിന്റെ പ്രേമേന്ദ്രൻ വഴിയാധാരമാക്കിയെന്നും അവര് കുശുകുശുക്കുന്നുണ്ട്. ഷിബു സാറാണെങ്കിൽ കുറെ കാലമായിട്ട് വെറുതെ ഇരിക്കുവന്നേ. എന്നാലും എന്റെ മാമച്ച പ്രസിഡന്റ് ആയിട്ട് വെറുതെ ഇരുന്നാ മതി എന്നാ സ്വാമി പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. ഒരു പണിയില്ലെന്ന്. വെറുതെ ഇരുന്ന് ഭ്രാന്തായിട്ട് സാറ് സിനിമ പിടിക്കാൻ വരെ പോയി. ആ സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി. ഇവിടെ വെറുതെ ഇരുന്ന് വേലിറങ്ങിയെന്നേ. കഷ്ടകാലത്തിന് അതും അങ്ങോട്ട് കിളച്ചു പിടിച്ചിട്ടില്ല. പാർട്ടി അങ്ങനെ തണുപ്പത്ത് കിടക്കുന്ന മണ്ണര പോലെ അനങ്ങാതെ കിടക്കുവാണേലും അതിന്റെ ആത്മാവ് സൂക്ഷിക്കുന്ന കുറെ പേര് ഇതൊക്കെ മിണ്ടാതെ കണ്ടോണ്ട് ചവറയിലും കൊല്ലത്തും ഒക്കെ ഉണ്ട്. കേട്ടോ, കണ്ടോ ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇപ്രാവശ്യം പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഈ മാൻഡ്രേക്കിനെ അങ്ങ് ഒഴിവാക്കാമെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടെന്നൊരു സംസാരമുണ്ട്. എന്തുവാ, ഒരു സംസാരം ഉണ്ടെന്നേ. ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല.